ഹായ് മക്കളെ, നമ്മൾ ഇന്ന് വർക്ക് എനർജി ആൻഡ് പവറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ്? ടു പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m1 and m2 മൂവ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റീസ് u1 and u2. On collision, one of the particles get excited to a higher level after absorbing energy E. If final velocities of particles are v1 and v2, then we must have എന്തായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഫൈനൽ ഇക്വേഷൻ ഓഫ് എനർജി അല്ലെ? സോ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്? ഇനീഷ്യൽ എനർജീസും ഇനീഷ്യൽ കൈനറ്റിക് എനർജീസും ഫൈനൽ കൈനറ്റിക് എനർജീസിന്റെ സം ഷുഡ് ബി ഈക്വൽ അല്ലെ? ഫോർ കൊളീഷൻസ് വി വിൽ റൈറ്റ് ഹാഫ് mu1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ is equal to half m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഇവിടെ എന്തൊക്കെയാണ്? What are the values? m1 and m2 are the masses of the bodies and v1 and v2 are the velocities of the bodies. ഇവിടെ നമുക്ക് u ആണ് ഇനീഷ്യൽ വെലോസിറ്റീസ് എന്നിട്ടുള്ള v ആണ് ഫൈനൽ വെലോസിറ്റി. സോ ഒന്നും മാറ്റാനില്ല. ആൻഡ് എക്സ്ട്രാ എന്താണ്? പ്ലസ് അബ്സോർബ്ഡ് എനർജി E. ഇന്റേണൽ എനർജി ഇനെ കൊളീഷനിലെ ഒരു ബോഡി ആഫ്റ്റർ ദ കൊളീഷൻ വൺ ഓഫ് ദ പാർട്ടിക്കിൾസ് ഗെറ്റ് എക്സൈറ്റഡ് ബൈ എനർജി E. സോ ആഫ്റ്റർ ദ കൊളീഷൻ എന്താണ്? ഫൈനൽ കേസിൽ ഒരു പ്ലസ് ഇയും കൂടി ഉണ്ടാവും. വേർ ഇ ഈസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ വി വിൽ റൈറ്റ് ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ മൈനസ് ഇ വിൽ ഗിവ് us ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ അല്ലെ? m2 v2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ സി നമ്മുടെ സെയിം ആൻസർ അല്ലേ? ഓപ്ഷൻ സി സെയിം ആൻസർ അല്ലേ? മൈനസ് സി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നു ആൻഡ് ബാക്കിയൊക്കെ സെയിം അല്ലേ? സോ വി ക്യാൻ മാർക്ക് ഓപ്ഷൻ സി ആസ് ദ ഫൈനൽ ആൻസർ. താങ്ക് യു.